ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു TCA. നമുക്കിന്നൊരു ബ്രേക്ക് ഡൗൺ വീഡിയോ നോക്കിയാലോ. 22 തേഴ്സ്ഡേ ഒരു ട്രേഡ് എടുത്തിരുന്നു. നമ്മൾ യൂറോയിൽ ഒരു ലോങ് ആണ് എടുത്തിരുന്നത്. അപ്പം നമ്മളതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാം ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടവർക്കത് മനസ്സിലാവും. അപ്പം കുറച്ച് പേര് ചോദിച്ചിരുന്നു അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ കിട്ടുമോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ഹയർ ടൈം ഫ്രെയിം ഒന്ന് നോക്കിയിട്ട് വരാം. ഇതിപ്പോൾ ഒരു മന്ത്ലി ടൈം ഫ്രെയിമാണ് നമ്മുടെ യൂറോയുടെ. ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു ഡീലിംഗ് റേഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിലായിരുന്നു പ്രൈസ് നിന്നിരുന്നത്. ഇവിടെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പെട്ടെന്ന് നോക്കിയാൽ നമ്മൾ പഠിച്ചിരുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ്, ഞാൻ പറഞ്ഞുതരാം. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഇവിടെ ഒരു അക്യുമുലേഷൻ അല്ലേ നടന്നിരുന്നത്. അതായത് ഇവിടെ മാർക്കറ്റ് ഇവിടെ നിന്ന് അക്യുമുലേറ്റ് ചെയ്തു, അതിനുശേഷം മാനിപ്പുലേറ്റ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ IRL മന്ത്ലി FEGയിലാണ് ടാപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇമ്പൾസീവായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തു. അപ്പോൾ ഇതൊരു AMD സെറ്റപ്പായിട്ട് നമുക്ക് കണക്കാക്കരുതോ? അക്യുമുലേഷൻ, ലിക്വിഡിറ്റി എടുത്ത് മാനിപ്പുലേറ്റ് ചെയ്തു, അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് അപ്സൈഡിലേക്ക് മൂവ് ചെയ്തതാണ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ അല്ലേ? അതിനുശേഷം മാർക്കറ്റ് ഇമ്പൾസീവായിട്ട് മൂവ് ചെയ്തു. ഇവിടെ നമുക്ക് ഒരു ഇൻസൈഡ് ഒരു സ്ട്രക്ചർ ബ്രേക്കും ചെയ്തിട്ടുണ്ട്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് റീച്ച് ചെയ്തത് മന്ത്ലി FEGയിലാണ്. മന്ത്ലി FEGയിൽ ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ജസ്റ്റ് താഴോട്ടൊന്ന് പുഷ് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, ബൈയിങ് ക്യാൻഡിൽ, അത് നല്ല സ്ട്രെങ്തോടു കൂടിയാണ് വന്നിരുന്നത്. അതിന് താഴോട്ട് മാർക്കറ്റിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. മന്ത്ലി FEGയിൽ ടാപ്പ് ചെയ്തു, അതിനുശേഷം താഴോട്ടൊരു പുഷ് തന്നെങ്കിലും ഇതിന് താഴോട്ട് മാർക്കറ്റ് പോയിട്ടില്ല. നമുക്ക് വീക്ക്ലിയിലൂടെ ഒന്ന് നോക്കാം. വീക്ക്ലി ടൈം ഫ്രെയിം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സെയിം, അതായത് നമുക്ക് ഇവിടെ നിന്നൊരു ബൈയിങ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെയെല്ലാം സ്ട്രക്ചർ ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് റീസെൻ്റ് ആയിട്ടുണ്ടാക്കിയ മാർക്കറ്റ് ഇവിടുത്തെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെയാണ് നമ്മുടെ ആ ഒരു IRL മന്ത്ലി FEGയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഉണ്ടായിരുന്ന സ്ട്രക്ചറിൻ്റെ ഹൈയും സ്വീപ്പ് ചെയ്ത് അവിടുത്തെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് താഴോട്ട് മൂവ് ചെയ്തത്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണരുതോ, ഇവിടെ താഴെ ഒരു ലിക്വിഡിറ്റി പോയിൻ്റ് ഉണ്ട്, മേളിലും ലിക്വിഡിറ്റി പോയിൻ്റ് ഉണ്ട്, അതായത് FEG ടാപ്പ് ചെയ്ത ഭാഗം. അപ്പം നമുക്കിവിടെ ഡീലിംഗ് റേഞ്ച് ഇത് നോക്കുവാണെങ്കിൽ ഡിസ്കൗണ്ട് ഏരിയ വരെ മാർക്കറ്റ് വന്നിട്ട് പക്ഷേ ഈ ഒരു ലിക്വിഡിറ്റി എടുത്തില്ല. മാർക്കറ്റ് അത് ഫെയിലാകാനുള്ള റീസൺ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടുന്ന് നല്ല മന്ത്ലി ആണെങ്കിലും വീക്ക്ലി ആണെങ്കിലും അതുപോലെ നല്ല ബുള്ളിഷായിട്ടാണ് മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുന്നത്. അതായത് സ്ട്രക്ചറൽ ബ്രേക്ക് ചെയ്ത് ആ മന്ത്ലി FEG വന്നെങ്കിലും അതിനുള്ളൊരു പുഷ് താഴോട്ട് തന്നിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ലിക്വിഡിറ്റി ആയിരുന്നു എടുക്കേണ്ടിരുന്നത്, അത് പക്ഷേ ഫെയിലായി. പിന്നീട് നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഇനി മുകളിലോട്ട് പോകും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതുപോലെ മാർക്കറ്റ് പുഷ് ചെയ്ത് ബൈയിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഡിസ്കൗണ്ടിൽ എത്തിയതിന് ശേഷം മാർക്കറ്റ് വീണ്ടും പ്രീമിയത്തിലോട്ട് റീച്ച് ചെയ്തു. അപ്പം ആ സമയത്ത് ഇവിടെ ഒരു വീക്ക്ലി ഓർഡർ ബ്ലോക്ക് ഫോം ആയതിനു ശേഷമാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. അപ്പം നമ്മളത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ, വീക്ക്ലി ഓർഡർ ബ്ലോക്ക്. അതിനുശേഷം മാർക്കറ്റ് ആ വീക്ക്ലി ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തതിന് ശേഷമാണ് ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, അടുത്തൊരു ലിക്വിഡിറ്റി നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ലിക്വിഡിറ്റി പോയിൻ്റ്, ഡ്രോൺ ലിക്വിഡിറ്റി ഇതായിരിക്കും. നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലോട്ടൊന്ന് പോവാം. ഇപ്പോൾ ഡെയിലി നോക്കുകയാണെങ്കിൽ വീക്ക്ലി ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നല്ല ശക്തമായിട്ടാണ് മൂവ് ചെയ്ത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് ലാസ്റ്റ് ഉണ്ടായൊരു ഡീലിംഗ് റേഞ്ച് ഇതായിട്ട് കണക്കാക്കാം. ഇവിടുന്ന് മാർക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടുന്ന് ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതായത് വീക്ക്ലി ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നല്ലതായിട്ട് ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അടുത്ത ദിവസത്തെ, അതായത് ഡെയിലിയാണ് നമ്മളിപ്പോൾ ടൈം ഫ്രെയിം, അടുത്ത ദിവസത്തെ ക്യാൻഡിൽ ജസ്റ്റ് അതിന് ഇൻസൈഡായിട്ട് ക്ലോസ് ചെയ്തു. അതേപോലെ തന്നെ അവിടെ ഒരു FEGയും ഫോം ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഡീലിംഗ് റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഡിസ്കൗണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു CRT മോഡലായിട്ട് കൺസിഡർ ചെയ്യാം. അടുത്ത ദിവസത്തെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു കീ ലെവലും ഉണ്ട്, ഒരു CRT ഉണ്ട്. ഈ ഡെയിലി FEG ആണ് നമ്മുടെ കീ ലെവലായിട്ട് വരുന്നത്.
അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം ഇവിടുന്നൊരു ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതായിരുന്നു. അങ്ങനെയാണ് ഈ ട്രേഡ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ഇതൊരു CRT മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കീ ലെവലും ഉണ്ട്. നമുക്ക് 4 അവറിലോട്ടൊന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. നമുക്ക് 4 അവറിൽ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. 4 അവർ ടൈം ഫ്രെയിമിൽ നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചർ എടുക്കുന്നു. ഈ ഡെയിലി FEG നമ്മുടെ കീ ലെവലായിട്ടുള്ള ഡെയിലി FEG നിൽക്കുന്നതും 4 അവറിൻ്റെയും ഡിസ്കൗണ്ട് ഏരിയയിലാണ്. അപ്പം നമുക്ക് ഏകദേശം കുറേ കൺഫർമേഷൻസ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ഡെയിലി CRT ആണ്. അത് മാർക്ക് ചെയ്തു, അതിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്തു, നമ്മുടെ കീ ലെവലും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്കൊരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഒരു ബൈയിങ്. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലായില്ലേ, 4 അവറിൽ കറക്റ്റ് നമ്മുടെ CRT പർജ് ചെയ്തതിന് ശേഷം കീ ലെവൽ ടാപ്പ് ചെയ്ത് ഒരു റിജക്ഷനോട് കൂടിയാണ് 4 അവറിലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടെ ഉറപ്പിക്കാം, മാർക്കറ്റ് എന്തായാലും മേളിലോട്ട് പോകാനുള്ള ചാൻസ് ഹൈ ആണ്. തൊട്ടടുത്തിട്ടുള്ള ഈ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഡെയിലി CRT ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ ടൈം ഫ്രെയിം വരുന്നത് എപ്പോഴും 1 അവർ ആയിരിക്കും. ഓരോരുത്തർ പല ടൈം യൂസ് ചെയ്യാറുണ്ട് റൂൾ അനുസരിച്ച്. പിന്നെ ഞാൻ എൻ്റെ ആ ഒരു ടൈം ഫ്രെയിം അലൈൻ ചെയ്യുന്നത് ഡെയിലിയിൽ ഞാൻ 1 അവർ വെച്ചിട്ട് തന്നെയാണ് അലൈൻ ചെയ്തെടുക്കുന്നത്. നമ്മൾ 1 അവറിലോട്ട് സ്വിച്ച് ചെയ്യുന്നു. ഡെയിലി FEGയിൽ ടാപ്പ് ചെയ്ത ക്യാൻഡിൽ, ലാസ്റ്റ് ക്യാൻഡിൽ ഇതാണ് നമ്മുടെ CRT പർജ് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ. അപ്പം നമ്മളത് മാർക്ക് ചെയ്യുന്നു, അതായത് ടർട്ടിൽ സൂപ്പായിട്ട് നമ്മളത് മാർക്ക് ചെയ്യുന്നു. നമുക്കിവിടെ ടർട്ടിൽ സൂപ്പ് കിട്ടി. അതിനുശേഷം ലാസ്റ്റ് വന്ന ബിയറിഷ് ക്യാൻഡിലിന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ, അതായത് ആ ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്തുകൊണ്ടാണ് മേളിലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കൺഫർമേഷൻ കൂടെ കിട്ടി, അതായത് മാർക്കറ്റ് ഇനി മേളിലോട്ട് പോകാൻ തന്നെയാണ് ചാൻസ്. അതിനുറപ്പിക്കാവുന്ന റീസണാണ് CRT ഉണ്ട്, ആ ഒരു കീ ലെവലിൽ തന്നെയാണ് ആ ഒരു പുഷ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് നടന്നിരിക്കുന്ന ടൈം ഫ്രെയിം, ഞാനെപ്പോഴും ട്രേഡ് എടുക്കുന്നത് കിൽസോൺസ് ടൈമിലായിരിക്കും. അതിന് മുമ്പൊരു ട്രേഡ് ഉണ്ടെങ്കിൽ ഞാനത് പുഷ് ചെയ്യാറില്ല. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ടൈം നോക്കുകയാണെങ്കിൽ 4:30 ഈ പർജ് നടന്നിരിക്കുന്നത്. ഞാനത് വെയിറ്റ് ചെയ്തു എൻ്റെ ഒരു ടൈം ഫ്രെയിമിലോട്ട്. ജസ്റ്റ് നമുക്ക് നോക്കാം. ഈ ഒരു ടൈം, അതായത് 12:30 ഈ ടൈമിലാണ് ഞാൻ ട്രേഡ് പുഷ് ചെയ്തിരുന്നത്. അത് ഞാൻ ആ ട്രേഡിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളെല്ലാം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കണ്ടവർക്കത് മനസ്സിലാവും. അപ്പം ഈ ഒരു മോഡൽ 1 ഓർഡർ ബ്ലോക്ക് ആയിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് അവിടെയാണ് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് നിന്നിരുന്നത്, ഏഷ്യൻ ടൈമിലും എല്ലാം. അത് കഴിഞ്ഞ് 12:30 ആയപ്പോഴത്തേക്കിന് ഞാൻ ഇവിടുന്ന് എൻ്റെ ട്രേഡ് പുഷ് ചെയ്തു, ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ തന്നെ. എൻ്റെ SL ഇതിൻ്റെ താഴെ, ടർട്ടിൽ സൂപ്പിൻ്റെ താഴെ വെച്ചു. ടാർഗറ്റ് നമ്മുടെ ഡെയിലി CRTയുടെ ഹൈ, അതായത് ഒരു ഏകദേശം 3.5 RR ട്രേഡാണത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ആ ട്രേഡ് TP അടിച്ചിട്ടുണ്ട്. കണ്ടോ? പിന്നെ നമ്മുടെ ഒരു CRTയുടെ റൂൾ അനുസരിച്ച് നമ്മൾ CRT ഹൈയും ലോയും മാർക്ക് ചെയ്തതിൻ്റെ 50%-ൽ നമുക്ക് ഒന്നെങ്കിൽ പാർഷ്യൽസ് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് SL CTC ആക്കി വെക്കാം. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് നമ്മളെപ്പോഴും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നില്ല. ഇൻ കേസ് ഈ ഒരു ഏരിയ വരെ വന്നിട്ട് 50%-ൽ വന്നിട്ട് മാർക്കറ്റ് താഴോട്ട് ഇൻ കേസ് പോയാൽ, ഈ ഒരു ലിക്വിഡിറ്റി എയിം ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരരുത്. അപ്പോൾ ഈ ഒരു 50% നമ്മൾ പാർഷ്യൽസ്, അതിൻ്റെ ഒരു 50% നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ SL CTC ആക്കി വെക്കും. അപ്പോൾ തിരിച്ച് വന്ന് നമ്മുടെ SL അടിച്ചാലും നമുക്കവിടെ നഷ്ടമില്ല, ലാഭം മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു ട്രേഡിൽ ഞാൻ എൻ്റെ ഒരു 65-70% ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയാണ് ഞാനത് ട്രെയിൽ ചെയ്തത്. എനിക്ക് ഫുൾ പ്രോഫിറ്റ് അടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സ്ക്രീൻഷോട്ട് നമ്മുടെ ഓൾറെഡി ടെലഗ്രാം ഗ്രൂപ്പിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും, ഞാൻ ആ ബുക്ക് ചെയ്ത പോർഷനും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വ്യാഴാഴ്ചത്തെ യൂറോയിലുണ്ടായിരുന്ന ട്രേഡ്. ഇത് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡൗട്ട് ഞാൻ അവിടെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതിനകത്ത് നമ്മുടെ ഡെയിലി ബ്രേക്ക് ഡൗൺസും അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ അതാത് വ്യൂസും കാര്യങ്ങളെല്ലാം എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് പോകാറുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നിയെങ്കിൽ നിങ്ങൾക്ക് അതിലും
ആ ലിങ്ക് വഴി അതിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം.